ഇന്ന് നമുക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് പാൽപ്പൊടിയാണ് ഉപയോഗിച്ചത്. പാൽപ്പൊടി തിളപ്പിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ശർക്കരപ്പാനി ചേർത്തു. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു സ്വല്പം ഉപ്പ് ചേർത്തിട്ട് വേവിച്ച് വെച്ചതാണ്. അത് നമ്മളെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു. വെന്തതാണ് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് അട, നമ്മളെ ഇൻസ്റ്റൻ്റ് അട ഉണ്ടായിരുന്നു, അതും വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് പറയാം, നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചുക്ക് പൊടി, ചെറിയ ജീരകം, പിന്നെ നമ്മുടെ ഏലക്ക, കുറച്ച് പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മസ്റ്റായിട്ടും ചേർക്കണം, എന്നാലേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അതും ചേർത്തു. പിന്നെ തേങ്ങാക്കൊത്ത് വറുത്തത്, നെയ്യിൽ വറുത്ത ആ നെയ്യ് അടക്കം അതിലേക്ക് ഒഴിച്ച് ചേർത്തു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസമാണ്. എല്ലാവരും ചെയ്തൊക്കെ നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ